പഠിക്ക് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചില രക്ഷിതാക്കൾ കുട്ടികളെ വെയ്ത്താലെ നടക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടി യഥാർത്ഥത്തിൽ പഠിക്കുന്നില്ല. ആ കുട്ടിക്ക് ഭയങ്കര ദേഷ്യം തോന്നുകയാണ് ചെയ്യുക അങ്ങനെ പറയുന്ന പാരൻറ്റിനോട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഡെയിലി പറഞ്ഞാൽ മതി, അധികം പറയരുത്. ഓക്കെ അല്ലേ? അതൊരു നെഗറ്റീവ് എഫക്റ്റാണ് അവിടെ ഉണ്ടാവുക. അതിന് പകരം ഈ പഠനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടിയുടെ ഉള്ളിൽ നിന്ന് അവർക്ക് സ്വയം പഠിക്കണം എന്നുള്ള തോട്ട്സ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവർക്ക് സ്വയം തോന്നണം. ആ തോന്നിപ്പിക്കാനും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് ആണ്. ഒന്നാമത്തെ കാര്യം, നന്നായിട്ട് പഠിക്കുന്ന ഫ്രണ്ട് സർക്കിളിലേക്ക് നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുക, നമ്മൾ അതിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല ജോലി കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരായിട്ട് എന്ത് ചെയ്യുക, സംസാരിപ്പിക്കുക. അതുപോലെ തന്നെ അവരെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ നല്ല നല്ല പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾ നിയർ ബൈ ആയിട്ടുള്ള, അതുപോലെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും, അവിടെയൊക്കെ വിസിറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അങ്ങനെ നന്നായി പഠനം പഠിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലും അത്തരത്തിലൊരു സിസ്റ്റത്തിൻ്റെ കൂടെ എന്ത് ചെയ്യുക, കുട്ടിയെ നടത്താൻ വേണ്ടി മാക്സിമം കഴിവിൻ്റെ പരമാവധി ശ്രമിപ്പിക്കുക. അങ്ങനെയാണ് സമയത്ത് കുട്ടിക്ക് സ്വയം തന്നെ തോന്നും, ഓക്കെ നന്നായിട്ട് പഠിക്കണം, നന്നായി പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്യും, കുട്ടി പഠിക്കാൻ തുടങ്ങും. അല്ലാതെ നമ്മൾ പഠിക്കി 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 പറഞ്ഞുകൊണ്ട് യാതൊരു ഉപകാരമില്ല.